Good afternoon, students. Welcome to the fundamentals of accounting for the newcomers. I think now petrochemical students are more here. I think, yeah, 8, both are 8. Total 16 students are there for this open course. So welcome once again for the opting this fundamentals of accounting as the open course. And for those who are the newcomers, just have a glance for the previous these topics. Like ഒരു പെട്ടിക്കടയിൽ ഇപ്പം നിങ്ങൾ തന്നെ ഒരു കട ഇടുവാണെങ്കിൽ അത് ചെറിയ കടയായിക്കോട്ടെ വലിയ കടയായിക്കോട്ടെ, ചെറിയ കടയാണെന്ന് വെച്ചോളൂ, അവിടെ ഡേ ടു ഡേ ഇടപാടുകൾ, ദൈനംദിന ഇടപാടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്നെ, ഇല്ലേ? അപ്പോൾ അതാണ് ഒരു ബിസിനസിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു മൂല ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അതായത് നീഡ് ടു റെക്കോർഡ് ദ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ, അതായത് റെക്കോർഡിങ്. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ചേർന്നതാണ്. അതായത് ഒന്ന് റെക്കോർഡിങ്. അപ്പൊ നിങ്ങൾ നോട്ട് ഐ തിങ്ക് അശോകോഷിനോട് ഞാൻ പറഞ്ഞിരുന്നു അയച്ചു തരാനായിട്ട് ഫോർ ദ ന്യൂ കമേഴ്സ്. മേ ബി ഹി സെൻഡ്, അതർവൈസ് ഇഫ് ഹി ഈസ് നോട്ട് സെൻഡിങ് ഐ വിൽ സെൻഡ് ഇറ്റ് അഗെയിൻ to one of the person, and then the person will forward to others. Okay, so accounting എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആദ്യത്തെ ഒരു പാർട്ട് റെക്കോർഡിംഗ് എന്നുള്ളതാണ്. അതായത് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിപ്പം നിങ്ങൾ കെമിസ്ട്രിയുടെ ഇത് ചെയ്യുന്നുണ്ടല്ലോ, കെമിസ്ട്രിയുടെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇക്വേഷൻ കിട്ടിയാൽ നിങ്ങൾ എന്തിലോട്ട് റെക്കോർഡ് ചെയ്യും? നിങ്ങളുടെ ബുക്കിലോട്ട് റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ഇടപാടുകൾ നടത്തിയാലും അത് ആദ്യം എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. ആ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ജേർണൽ എന്നുള്ള ബുക്കിലാണ് എഴുതുന്നത്. ജേർണൽ എന്നുള്ള ബുക്കിലാണ് ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് ജേർണലൈസിംഗ് എന്നാണ്. ഓക്കെ, ജേർണലൈസിംഗ് എന്നാണ്. ഇനി ഈ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇതിനെ പല തരങ്ങളായിട്ട്, അതിനനുസരിച്ച് ക്യാഷിന്റെ ഇടപാടുകളാണെങ്കിൽ ക്യാഷിന്റെ കൂടെ, ക്രെഡിറ്റ് ആയിട്ടുള്ള ഇടപാടുകളാണെങ്കിൽ ക്രെഡിറ്റിന്റെ കൂടെ, അങ്ങനെ പലതായിട്ട് തരംതിരിച്ചിരിക്കും. ആ തരംതിരിവിന് പറയുന്ന പേരാണ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്. ഇതാണ് ഇതിനു മുമ്പേ പഠിപ്പിച്ചത്. അത് നിങ്ങളായിട്ട് ന്യൂ കമേഴ്സ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാണ്. സോ ക്ലാസിഫയിങ് എന്ന് പറഞ്ഞാൽ ജേർണൽ. ക്ലാസിഫൈ എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യകത അനുസരിച്ച് എന്ത് ചെയ്യുന്നു? അത് ലെഡ്ജർ എന്നുള്ള ബുക്കിലോട്ട് എന്ത് ചെയ്യുന്നു? എഴുതുന്നു. ലെഡ്ജർ എന്നുള്ള ബുക്കിലോട്ട് എഴുതുന്നു. അതായത് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം സമ്മറൈസ് ചെയ്യുക. സമ്മറൈസ് എന്ന് പറഞ്ഞാൽ പല തട്ടുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ആദ്യം ട്രാൻസാക്ഷൻ ഇടപാട് നടത്തുന്നു. ഇടപാട് നടത്തിയതിനു ശേഷം അതിനെ ഓരോ തരം തിരിച്ചിരിക്കുന്നു. ഓരോ ഏത് ടൈപ്പാണ് എന്ന് പറഞ്ഞ് തരം തിരിക്കുന്നു. അതിനുശേഷം സമ്മറൈസ് ചെയ്യുന്നു. സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല തരത്തിലുള്ള ഇതിനെ അതിന്റെ ബാലൻസസ് എടുത്ത് അത് അസർട്ടൈൻ ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വന്നു എന്നുള്ളത്, അതാണ് സമ്മറൈസിങ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അനാലിസിസ് എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്യുക, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തുക. എന്ത് ട്രാൻസാക്ഷൻ ആണ് നടന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നടന്നത്. ഇനി അത് അങ്ങനെയുള്ള ഒരു ഇടപാട് അത് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ മാക്സിമം നോക്കണം. എന്താ കാര്യം എന്ന് വെച്ചാൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവ്. ആ ചെലവിനെ മാക്സിമം എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒഴിവാക്കാൻ വയ്യാത്തതിനെ അത് നടന്നു പോകുക എന്ന് വെക്കുക. ഇനി in order to reduce the cost, then only we need to make the profit at the earliest or the highest. പ്രോഫിറ്റ് കൂട്ടാനായിട്ട് എന്ത് ചെയ്യുക? കോസ്റ്റ് കുറയ്ക്കുക, അല്ലെ എക്സ്പെൻസസ് കുറയ്ക്കുക. അപ്പോൾ അതാണ് അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്. അപ്പം വിശകലനം ചെയ്ത് ഓരോ ഡിസിഷനിൽ എത്തുന്നു. ആൻഡ് finally communicating.
communicating the results to the interested parties. So communicating the result to the interested parties. So ഈ ഒരു ഫംഗ്ഷൻ ആണ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഫീച്ചേഴ്സ്. അപ്പൊ ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ മുറുക്കാൻകടക്കാരനാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു? അവന്റെ കടയില് വാങ്ങുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി വെക്കുന്നു, അവന്റെ കടയിൽ നിന്ന് പോകുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി വെക്കുന്നു, രണ്ടും കൂടെ തുലനം ചെയ്യുന്നു. തുലനം ചെയ്താൽ പോകുന്ന, അതായത് അവന്റെ കയ്യിൽ നിന്ന് പോകുന്ന, അവന്റെ എക്സ്പെൻസ് ആയിട്ട് പോകുന്നത് ഏറ്റവും കുറഞ്ഞായിരിക്കും. അവന്റെ വരുമാനം അവന് കിട്ടുന്നത് കൂടുതലാണെങ്കിൽ അതിന് ഒരു ജനറൽ സെൻസിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നു, ലാഭം എന്ന് പറയുന്നു. ഇനി നേരെ തിരിച്ചാണെങ്കിൽ നഷ്ടം എന്ന് പറയുന്നു. അതാണ് ഇതിന്റെ മൂലകേതു എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്റ്റിൽ. അപ്പം എങ്ങനെയാണ് ഒരു സാധാരണ ഒരു പെട്ടിക്കടക്കാരൻ അല്ലെങ്കിൽ മുറുക്കാൻകടക്കാരനാണെങ്കിലും എത്ര വെറ്റ അവൻ മേടിച്ചു, എത്ര വെറ്റ, എത്ര പാക്ക്, ഇതൊക്കെ വിറ്റു. അപ്പൊ എന്താ, ഇവൻ ഈ റെക്കോർഡ് ചെയ്യുന്നു, എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എഴുതി വെക്കുന്നു. എന്നിട്ട് ടോട്ടലി 1 ഡേ ഓരോ ദിവസത്തെയും കണക്കുകൾ എടുക്കുക. ഇത്ര എക്സ്പെൻസസ് ഉണ്ട് ഇല്ലെ, എത്ര ചെലവുകൾ എന്റെ കയ്യിൽ നിന്ന് പോയി, എത്ര വരവ് എനിക്ക് വന്നു. അപ്പൊ വരവ് ചെലവ് കണക്കുകൾ എടുത്ത് ദാറ്റ് ഈസ് then we make the profit or loss. ആ ഒരു പ്രൊസീജിയർ ആണ് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് നോക്കിയാൽ ഒരു ബിസിനസ്സിൽ നടക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇതിന്റെ തിയറി പോർഷൻ കുറെ വൈഡ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ വായിച്ച് നോക്കിക്കൊള്ളുക. ഇതിന്റെ ഡെഫിനിഷൻ പ്ലസ് ദ ഫീച്ചേഴ്സ് ഓർ ദ ഫങ്ഷൻസ് വിത്ത് റിഗാർഡ് ടു അക്കൗണ്ടിങ്, ഇതൊക്കെ ഞാൻ നേരത്തെ എടുത്തു പോയതാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു എന്നുള്ളത്. അപ്പൊ എന്തൊക്കെ? റെക്കോർഡിംഗ് ഈസ് ദയർ, ക്ലാസിഫൈങ് ഈസ് ദയർ, സമ്മറൈസിംഗ് ഈസ് ദയർ, അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഈസ് ദയർ. In this stage, what is that? This one or this one need to calculate. This stage and communicating the results thereof. ഇതാണ് ഒരു functions performing to with regard to which one? Accounting. അപ്പൊ എന്താണെന്ന് ഒരു ഏകദേശ ഐഡിയ കിട്ടി കാണുമല്ലോ. അതായത് ലാഭനഷ്ട കണക്കുകൾ എഴുതുന്നതിനുള്ള ഒരു പ്രക്രിയ, അതാണ് അക്കൗണ്ടിങ് എന്ന് ഒരു ജനറൽ സെൻസിൽ പറയുകയാണ്. ക്ലിയർ ആയോ? ഇനി അടുത്ത പാർട്ട് എന്തായിരുന്നു? ഏതൊക്കെയാണ് യൂസേഴ്സ് എന്നുള്ളത്. ഇതിന്റെ മെയിൻ പോർഷൻ മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ, ബിക്കോസ് കുറച്ച് ധാരയായിരുന്നു എടുത്ത്, അതുകൊണ്ടാണ്. അപ്പോ നോക്കുക, ഏതൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇപ്പോ നമ്മുടെ ബിസിനസ് നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുക എന്ന് വെക്കുക. അങ്ങനെ വരുമ്പോൾ വേറൊരു ഔട്ട്സൈഡ് പാർട്ടി, മേ ബി ഇറ്റ് ഇസ് എ ബാങ്കർ, നമ്മളുടെ റെപ്യൂട്ടേഷൻ ഓർ ദ ഗുഡ് വിൽ, പേര് നമ്മൾ ഉയർന്നു തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഉയർന്നിരിക്കുമ്പോൾ the other party may have interest in investing some funds there in our company, then that is allowed on the basis of the information we provided to them, and they are having some interest to invest the money there. And also some outside agencies like the bankers or the lenders, money lender or the creditor can give fund help, financial help to our company also. Because ഒരു ബിഗ് ബാങ്കർ ആണെങ്കിൽ ആ ബാങ്കിന് അവർക്കൊരു കസ്റ്റമറെയാണ് കിട്ടുന്നത്. ഏത്? പുതിയൊരു കസ്റ്റമറെയാണ്. നമ്മളെ പോലെയുള്ള ഒരു സംരംഭം ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കസ്റ്റമറെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മെയിൻലി ദ ബാങ്കർ, the investor, the external outside agency or the creditor or the lender, external users. While the internal users are within the organization, maybe the shareholder or the employee itself. അങ്ങനെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ചില ടേംസ് കണ്ടു. അതായത് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ, അല്ലെ, റവന്യൂ, പിന്നെ ഏതാണ്? എക്സ്പെൻസ്, പർച്ചേസ്, സെയിൽ, ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇത്രയൊക്കെ തൽക്കാലം ഇതാക്കിയാൽ മതി. ബാക്കി നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതായത് ടെക്സ്റ്റിന്റെ ക്ലിപ്പിംഗ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ജസ്റ്റ് നോക്കിക്കൊള്ളുക. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, അവൻ എന്തു ആയിക്കോട്ടെ, അവന് ഒരു ആദ്യമേ അവന്റെ കയ്യിലുള്ള പൈസ അവനൊരു ഫേമിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ ഇതിനാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
So how it is to be? A person investing his money into a business, that is called firstly the capital. അത് നിങ്ങൾ പല തരത്തിലുള്ളതുകൊണ്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകേണ്ട. ക്യാപിറ്റലിന്റെ പല ഇതുണ്ട്, എന്തുവാ ടൈപ്സ് ഉണ്ട്. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പകരം ദിസ് ക്യാപിറ്റൽ ഈസ് വാട്ട്? ഇറ്റ് ഈസ് ദ മണി ഇൻവെസ്റ്റഡ് ഇൻ ടു ദ ബിസിനസ് ബൈ എ പ്രൊപ്രൈറ്റർ ഓർ ദ ഓണർ. ആര് വേണമെങ്കിലും ആകാം. ഓക്കെ, ഇപ്പൊ എനിക്ക് കുറച്ച് പൈസ ഉണ്ട്, ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കേസ് ഓഫ് ക്യാപിറ്റൽ. സോ മൂലധനം എന്ന് പറയുന്നത് അതാണ് ക്യാപിറ്റൽ. രണ്ടാമത്തെ റവന്യൂ. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം. നമ്മൾ എന്തേലും വിറ്റിട്ട് നമുക്ക് എന്തെല്ലാം ഐറ്റംസ് ആയിട്ട് കിട്ടുന്നോ അത് എന്താണ്? വരുമാനമാണ്. ഇത് ചെലവ്, എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവ്. ഇതിന്റെ നമ്മൾ എന്തെല്ലാം ഈ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെലവുകൾ വഹിച്ചോ അതെല്ലാം ഏതിനകത്ത് വരും? എക്സ്പെൻസിനകത്ത് വരും. പിന്നെയുള്ളത് പർച്ചേസ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ സാധനം നമ്മൾ വാങ്ങിച്ചത്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് റിലേറ്റ്സ് ടു റവന്യൂ എന്ന് പറഞ്ഞാൽ വിറ്റുവരവ്. അതാണ് സെയിൽസ്. ഡീറ്റെയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇന്നത്തെ പോർഷനിലോട്ട് എനിക്ക് കടക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. സോ ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസസ്, പർച്ചേസ്, സെയിൽ. പിന്നെ അസറ്റ്സ്, ലയബിലിറ്റീസ്. സോ അസറ്റ്സ് എന്താണ്? ആസ്തികൾ. അസറ്റ്സ് മീൻസ് വാട്ട്? ആസ്തികൾ. അസറ്റ്സ് ഈസ് ആസ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുള്ള, നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അസറ്റാണ്. അതായത് ഒരു മെഷീനറി, ഒരു ഫേമിനകത്തെ മെഷീനറി അതെന്താണ്? അസറ്റാണ്. പ്ലാന്റ് അസറ്റാണ്. ലാൻഡ്, നമുക്ക് സ്വന്തമായിട്ടൊരു ലാൻഡ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആൻ അസറ്റ് ഫോർ us. ബിൽഡിംഗ്, that is also for an asset for us, like that. അസറ്റ് രണ്ട് തരത്തിലുണ്ട്, ഫിക്സഡ് അസറ്റും കറന്റ് അസറ്റും. ലയബിലിറ്റി രണ്ട് തരത്തിലുണ്ട്, ഫിക്സഡ് ലയബിലിറ്റിയും കറന്റ് ലയബിലിറ്റി. അപ്പൊ ഈ ലയബിലിറ്റി എന്നാണ്? അസറ്റ് നമ്മുടെ സ്വന്തം ആസ്തികൾ എന്ന് പറയും. നമുക്ക് യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് യൂസ് ചെയ്യാനായിട്ട് ഉള്ള ഐറ്റമാണ് എന്ത്? നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം അസറ്റാണ്. ഇനി നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടോ വിത്തിൻ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ സ്പാൻ ഓഫ് ടൈം ഉണ്ടെന്ന് വെച്ചോ, അതിനുള്ളിൽ നമുക്ക് ഇനി ഇത്ര ആൾക്കാർക്ക് ഇന്ന എമൗണ്ട് കൊടുത്തു തീർക്കണം, അതൊരു ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്. അപ്പം ആസ്തികളും ബാധ്യതയും. അപ്പൊ എന്തെല്ലാം കണ്ടു? ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നോട്ട്സിൽ നോക്കിക്കൊള്ളുക. ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻഡിച്ചർ ഓർ എക്സ്പെൻസസ്, പർച്ചേസ്, സെയിൽ, ലയബിലിറ്റി ആൻഡ് അസറ്റ്. Then today going to discuss the new portion, theory base of accounting. Theory base of accounting. So what is that? We need to look into that, the theory based of accounting. The science of accounting has been practiced at the university. In order to ensure the uniformity in the accounting procedure and methods, certain accounting doctrines have been accepted by the accountants all over the world. There are certain guidelines. അപ്പോൾ ഓരോന്നിനും അത് ഇന്ന രീതി ചെയ്യണമെന്ന് പറയുമ്പോൾ ചില ഗൈഡ്ലൈൻസ് അല്ലെ പ്രിസ്ക്രിപ്ഷൻസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മരുന്ന് കഴിക്കണമെങ്കിൽ നമ്മൾ എന്തിന്റെ ബേസിലാണ്? ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു മെഡിസിനെ കഴിക്കാൻ പറ്റുമ്പോൾ ആ പ്രിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഉണ്ട്, അതിന്റെ ബേസിൽ നമ്മൾ കഴിക്കുള്ളൂ. അതുപോലെ അക്കൗണ്ടൻസി അല്ലെ അക്കൗണ്ടിങ് ആസ്പെക്ട്സ് നമ്മൾ ചെയ്യണമെങ്കിൽ അത് ചില ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആര്? അക്കൗണ്ടൻസ് അല്ലെങ്കിൽ all over the accountants by the world, all over the world can issue some guidelines or the principles or the doctrines are there to be prescribed.
So there are certain guidelines and practices that are followed while recording the transactions and in preparing the financial statement. Such a guidelines and practices have been developed on the basis of the globally accepted accounting principle. The rules and guidelines used in preparing the accounting reports are termed as generally accepted accounting principle. This is very important. This will ask all the question papers. Not only for this paper, other main papers also. This is must generally accepted accounting principle. The rules and guidelines that are used in preparing the accounting reports. Isn't it? Accounting reports, the rules and guidelines used in preparing the accounting reports are termed as generally accepted accounting principles. It can be broadly classified into four terms: assumptions, number two is principles, number three is modifying principle, and number four is accounting standards. So GAAP, generally accepted accounting principle. Here, what are there? Accounting assumptions are there, accounting principles are there, modifying principles are there, and accounting standards are there. So we will check what all are these. So generally accepted accounting principle, assumptions, there are four assumptions, principles, six principles, modifying principle, how much? Six, and accounting standards issued by the Accounting Standard Board. So we will check into it one by one. Accounting assumptions are accounting entity, money measurement, going concern, and accounting period. While the other one, dual aspect, verifiability and objectivity of evidence, historical cost, revenue recognition, matching principle, and full disclosure, while modifying are materiality, consistency, prudence, timeliness, substance over form, variation in accounting practices, and then accounting standards issued by the Accounting Standards Board, AS എന്നാണ് അറിയപ്പെടുന്നത്. അതായത് modifying principles അല്ലെങ്കിൽ ഏതെങ്കിലും accounting standards prescribed by the accountants or the standard board is there. So these are the generally accepted accounting principles. So this is very important from this. What is a GAAP? It is the guidelines or the principles for the preparation of the accounts. So how it is to be? Rules and guidelines used in preparing the accounting reports. That is the generally accepted accounting principle GAAP. Then they can be broadly classified into accounting assumptions, then accounting principles, modifying principles, accounting standards. Okay, we will look into it one by one. So accounting assumptions or concepts. Accounting assumptions or concepts. So what is that? Accounting assumptions or concepts refer to certain necessary assumptions or the conditions on which the accounting system is based. So it is the condition in which the accounting system is to be based. Assumptions provide a foundation for the accounting process. No enterprise can prepare financial statements without considering these assumptions. These assumptions ഒന്നും കൈക്കൊള്ളാതെ ഒരു financial concern and the no enterprise can prepare financial statement without checking these assumptions. There is no authoritative list of assumptions. The following are some of the major generally accepted. So here it is there: accounting entity concept, then money measurement concept, going concern concept, accounting period concept. So we will look into it that accounting concepts. Okay, so one is what? Accounting entity. Another one is money measurement.
Another one is going concern. And number 4 is accounting period concern. So what is that? All we will check it now. So first is accounting entity. Entity. ഒരു സംരംഭം എന്നുള്ളതാണ്. So accounting entity concern. Under this, it is assumed that business unit is distinct from and distinct and completely separate from its owners. ശരിയാണ്, ഓണേഴ്സ് ഉണ്ട്, പക്ഷെ അവരെ ആളെ എടുത്തു വെച്ച് അവിടെ പണി ചെയ്യുന്ന ഓരോ ആൾക്കാരും അവരും പണി ചെയ്യുന്നുണ്ടായിരിക്കും, ഇല്ലേ? അപ്പം ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. സ്വന്തം ഇതാണോ? അങ്ങനെയാണെങ്കിൽ അതിന് വേറെ പേരാ പറയുന്നത്. ദാറ്റ് ഈസ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരാള്, ഒറ്റ വ്യക്തി. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം, അത് 2 or more partners join together to share the profits or losses. കേട്ടിട്ടുണ്ടല്ലോ പാർട്ട്ണർഷിപ്പ് ഫേംസ്. പിന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അതായത് 20-ൽ കൂടുതൽ ആൾക്കാർ ഉണ്ടെങ്കിൽ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണ്. 20-ൽ കൂടുതൽ വേണം. ഓക്കെ. Then the business is treated as a unit or separate or entity separate from the persons who control it. ആരാണോ അത് കൺട്രോൾ ചെയ്യുന്നത് അവരിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്, ഒരു സംരംഭം എന്ന് പറയുന്നത്. Okay, even though the owner is there, who is working there? The employees. So that is why it is separate from its owners also. So it is separated entity. ഒരു വ്യത്യസ്ത സംരംഭമാണ് ബിസിനസ് എന്ന് പറയുന്നത്. Clear? Accounts are therefore maintained for business entity as distinguished from all the categories of the persons associated with it. Proprietor is treated as a creditor to the extent of the amount invested by him on the assumption that he has given the money and the business has received it. So that proprietor is the one investing the money there or giving the money to the business and the business receives that money. അതാണ് അതിനകത്ത് ഓർക്കേണ്ടത്. That is why there is something separate from the owner and the business entity. So owner is the owner to hold that particular thing, and who is working there? The employees is working there. Clear? And also that is why the proprietor is treated as a creditor on what basis? As to the amount invested by him on the assumptions that he has given the money and the business has received it. This concept is well suited to the company form of business organization. Therefore, some practical difficulties may arise in the case of a sole proprietorship and partnership form, as they are investing the money, isn't it? Sole proprietorship എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു വ്യക്തി എല്ലാം നോക്കണ്ട, അയാളാണ് വരുന്നത്, വാങ്ങിക്കുന്നത്, വിഡ്രോവല്, എക്സ്പെൻഡിച്ചർ ഉണ്ട്, അത് നോക്കേണ്ടത്. അതാണ് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേണിന്റെ കേസ്. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അത് 2 or more partners are there, maybe investing the money, investing a part of the goodwill also, like that. So that is accounting entity concept. Means separate from the owners. The business is a separate entity from the owners. That is the accounting entity concept. Clear? Then second is the money measurement concept. This is also known as the concept of monetary expression. അതായത് പണസംബന്ധമായിട്ടുള്ള measuring the money. Clear? Measuring the money. That is this concept. So all monetary transactions are there in each and every dealing. Non-monetary, it is not treated as what? Business transaction. Isn't it? Goods for goods, exchanging goods for goods. Is it a cash transaction or a monetary transaction? No. So that is why this is also known as the concept of monetary expression. As per this concept, transactions that can be measured in terms of money only are recorded in the books of accounts. അപ്പൊ അതാണ് ഓർക്കേണ്ടത്. ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കുക. This is what separate entity from owners. ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് കിട്ടും എന്താണ് പോയിന്റ് എന്നുള്ളത്. Accounting entity is a separate entity. Business is a separate entity that is separated from its owners. Money measurement. That means what? All money related things are recorded in business. That is the one. See, as per the concept, transactions that can be measured in terms of money only are recorded in the books of accounts. This is the money measurement concept. Transactions that have to be recorded in terms of money
that is there in business transaction. So that is why money measurement concept is there. Clear? All students can clear this. Money measurement means all wherever the monetary transactions are there, that is to be taken case in a business transaction, that is their money measurement concept. So this helps to record different kinds of economic activity on a uniform basis. For example, land, building, furniture, which are generally expressed in terms of the area, quantity, etc., are recorded in terms of money. ഇത്ര ക്യൂബിക് മീറ്റർ അല്ലെ ഇത്ര സ്ക്വയർ ഫീറ്റ് ആ രീതിയിലല്ലേ അതിന് സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപയാണ് അങ്ങനെയല്ലേ അറിയപ്പെടുന്നത്. സോ അതാണ് ഓർക്കേണ്ടത്. സോ all those transactions that can be measured in terms of money only are recorded in the books of accounts. That is as per the money measurement concept. Rest all അതിന്റെ എക്സാമ്പിളും ഇതാണ് ഇതിന്റെ കണ്ടന്റ്. ഈ കണ്ടന്റ് വൈസ് ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പം ഒറ്റ ഇപ്പം ആർക്കാണെങ്കിലും അക്കൗണ്ടിങ് എൻറ്റിറ്റി ദാറ്റ് ഈസ് വാട്ട് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. It's a separate entity that is to be separated from its owners. Owners അവരെന്താ ജസ്റ്റ് ടു ഇൻവെസ്റ്റ് ദ മണി. പിന്നെന്താ അവരെ പണിയെടുക്കുന്നൊക്കെ ആരാ? എംപ്ലോയീസ്. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അതെല്ലാം ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അത് 20-ൽ കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്തിരിക്കുന്ന അല്ലെ 20-ൽ കൂടുതൽ ആൾക്കാരുടെ ഒരു സംരംഭമാണ്. ഓണറിന്റെയോ അല്ലെ അവരുമായിട്ട് ഇതായിട്ടുള്ള സിംബന്ധികളുടെയോ അല്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് എ entity that is to be separated from its owners. Second point, money measurement concept, where what is that? Monetary terms, monetary ഇതായിട്ടുള്ള transaction, money related things ഉള്ള transactions that are recorded only in the books of accounts. Non-monetary thing excluded. Then this concept suffers the following shortcomings as it does not recognize the changes in the purchasing power of money. Money ഉണ്ടെന്നേ ഉള്ളൂ, അതായത് പണത്തിന്റെ മൂല്യം അത് കൂടുതലോ കുറവോ അതൊന്നും ഇവിടെ ഇത് ചെയ്യത്തില്ല. പിന്നെ ഹ്യൂമൻ റിസോഴ്സസ് വിച്ച് ആർ ദ ഗ്രേറ്റസ്റ്റ് അസറ്റ്സ് ഓഫ് എ ഫേം, ആര്? എംപ്ലോയീസ്, cannot be recorded also in the books of accounts since their value cannot be measured in terms of money. വ്യക്തികളുടെ പണത്തിനനുസരിച്ച് അവരെ വാല്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അവരുടെ കഴിവിനനുസരിച്ചല്ലേ പറ്റുള്ളൂ. കഴിവിനനുസരിച്ച് അവർക്ക് പൈസ കിട്ടുന്നു, പക്ഷേ പണത്തിന്റെ രീതിയിൽ അവരെ വാല്യൂ ചെയ്യാവോ? ഇല്ല. അങ്ങനെ രണ്ട് ഡ്രോബാക്ക് ഉണ്ട് ഈ ഒരു കൺസെപ്റ്റിന്, money measurement. Next, as per this concept, the business going concern എന്ന് പറഞ്ഞാൽ it is continuously going on. So that is a going concern concept. As per this concept, the business unit is assumed to have an indefinite life. നാളെ അല്ല തീരുന്നത്, ഇന്ന് തുടങ്ങി നാളെ തീരെയല്ല ബിസിനസ്. It is continuing for n number of periods. It is deemed that there is no intention or necessity to wind up the business activity in the immediate future. Okay, hence the firm is treated as a continuing one for long period of time. അതിനായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? Going on. It is continuing. That is the going on concept. So this is what it is, continuing for a long period. Continuing for a long period. Clear? That is the going concern concept. So that is the going concern concept. Then next is what? Accounting period concept. Accounting period, അതായത് ഓരോ സാമ്പത്തിക വർഷവും, അത് മേ ബി 1 year. അതായത് ഇന്ത്യയിൽ ഏപ്രിൽ ടു മാർച്ച് ആണ്, ഗൾഫ് കൺട്രീസിൽ ജാനുവരി ടു ഡിസംബർ ആണ്. എല്ലാ ഡിസംബറിലും ആ സാമ്പത്തിക വർഷം തീരും, പിന്നെ പുതിയ വർഷമാണ്. ഇവിടെ അത് ഏപ്രിലാണ്, മാർച്ച് 31-നാണ് എന്ത് തീരുന്നത്? സാമ്പത്തിക വർഷം തീരുന്നത്. അതാണ് അക്കൗണ്ടിംഗ് പീരീഡ്. On the strength of the going concern concept, we assume that the business firm continues to function for an indefinite period of time. ഇന്ന് തുടങ്ങി നാളെ നിർത്തുന്നതല്ല, അല്ലെ ഒരു മാസം കഴിയുമ്പോൾ നിർത്തുന്നതല്ല. പൂട്ടിപ്പോയി എന്ന് വെക്കട്ടെ, പക്ഷെ അത് വീണ്ടും തുറക്കാൻ വേണ്ടി. So that is why n number of period is the lifespan for the business. Strictly speaking, the net result of the business can be ascertained by comparing the assets of the business at the time of its commencement with those at the time of the winding up. The owners and others who are interested in the business cannot wait for such a long and indefinite period
to know the result. Not only that, such belated ascertainment of profit or loss does not serve any purpose. Therefore, generally, അതായത് ഓരോ സാമ്പത്തിക വർഷം ഇപ്പം ഈ വർഷത്തിന്റെ ഇത് ഓരോ മാസം തന്നെ മിക്ക കമ്പനീസും എന്ത് ചെയ്യുന്നുണ്ട്, P&L പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ലാഭനഷ്ട കണക്കുകൾ അറിയണം അവർക്ക്. അപ്പം they will not wait for a long period. അപ്പൊ ഒന്നെങ്കിൽ 365 ഡേയ്സ് അല്ലെ 52 വീക്സ് അതിന്റെ ഒരു ഫെയർ ഇന്റർവെൽ. അതായത് 365 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 1 ഇയർ, ഇയർലി. അപ്പം ജാനുവരി ടു മാർച്ച് അല്ലെ ജാനുവരി ടു ഡിസംബർ അല്ലെ ഏപ്രിൽ ടു മാർച്ച്, അത് ഒരു പീരീഡ് ആണ്. സോ ദ പീരീഡ് ഓഫ് ദി ഇന്റർവെൽ ഫോർ വിച്ച് account is kept for ascertaining the results of the business. Result of the business means what? It is a profit or a loss. അത് അറിയുന്നതിന് വേണ്ടിയിട്ട് there should be some period of interval. So the period of interval for which the account is kept for ascertaining the results of a business during the period is called the accounting period. അതായത് usually 1 year. Accounting period എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതായത് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ റിസൾട്ട് ഓഫ് ദ ബിസിനസ് ഡ്യൂറിങ് ദാറ്റ് പർട്ടിക്കുലർ പീരീഡ്. അപ്പൊ ഇപ്പം ഏതാണ്, ഓഗസ്റ്റ് ആണ്. ഇന്ത്യയിലാകുമ്പോൾ ഏപ്രിൽ ടു മാർച്ച്. അടുത്ത മാർച്ച് ആകുമ്പോൾ ഈ സാമ്പത്തിക വർഷം, അതായത് 20-21 വർഷത്തെ എന്ത് അറിയാൻ പറ്റും നമുക്ക്, അല്ലെങ്കിൽ ഏപ്രിൽ 2020 till മാർച്ച് 2021 ആ ഒരു സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അല്ലെങ്കിലോ ദ റിസൾട്ട് ഓഫ് ദ ബിസിനസ്, അതാണ് വരവ് ചെലവ് കണക്കുകൾ, അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, അത് അറിയാൻ പറ്റും. So these are the accounting assumptions or the concept. So once again we will discuss accounting entity as this is a separate entity from the owners. Then money measurement, what is that? Money to be recorded, all the monetary transactions are to be recorded in the books of accounts. Then it is the money measurement concept. Then going concern means continuously going on. Okay, it is continuously going for a long period of time, means indefinite period. Adana organada going concern. And finally, accounting period, usually the time or the interval for which the result is to be known, the net result to be calculated for the business undertaken. That is the accounting period concern.